ഇപ്പോഴുണ്ടായിരിക്കുന്നത് ബി ജെ പിയിൽ അതിശക്തമായൊരു നീക്കം, അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ മറയാക്കി കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആഭ്യന്തരമായി ബി ജെ പിക്കുള്ളിൽ നടക്കുന്നൊരു നീക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. നമുക്കറിയാമല്ലോ, പാലക്കാടാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളിലൊന്ന്. ബി ജെ പി ഏറ്റവും മികച്ച വളർച്ച കാഴ്ചവെച്ചിട്ടുള്ളതും പാലക്കാടാണ്. നിയമം ഒരു ഫ്ലൂക്കായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ അന്ന് മത്സരിച്ചത് സുരേന്ദ്രൻപിള്ള എന്ന് പറഞ്ഞ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. സുരേന്ദ്രൻപിള്ളയ്ക്ക് ആകെ കിട്ടിയ എത്ര വോട്ടാണെന്നറിയാമോ? 13,860 വോട്ട്. എന്താണ് UDFൻ്റെ വോട്ട് ഷെയർ നിയമത്ത്? 9.70, 10% താഴെ. അപ്പോൾ 10% താഴെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ UDF വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ നിയമത്ത് മാത്രമാണ്. 2021 ഒരു രാജഗോപാലിന് അവിടെ BJP അവിടെ വിജയിക്കാൻ സാധിച്ചില്ലല്ലോ, അവർക്ക് ആ മണ്ഡലം നിലനിർത്താൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ അന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള ഒരു വികാരം, രാജഗോപാലിന് അനുകൂലമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ്, ഏറ്റവും മോശപ്പെട്ട ഒരു UDF സ്ഥാനാർത്ഥി, ഈ ഘടകങ്ങളെല്ലാം കൂടെ പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ BJPക്ക് സീറ്റ് കിട്ടി. എന്നാൽ പാലക്കാട് അങ്ങനെയല്ല. നമ്മൾ നോക്കൂ, 2011 മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഘട്ടം ഘട്ടമായി അവരുടെ വോട്ട് വിഹിതവും വർദ്ധിപ്പിച്ചുകൊണ്ട് BJP വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണതെന്ന് മാത്രമല്ല, 2021 കപ്പിനും ചുണ്ടിനും ഇടയിലാണല്ലോ ആ സീറ്റ് നഷ്ടമായത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ BJP വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയിട്ടുണ്ടല്ലോ. ചില കാരണങ്ങളാൽ BJPക്ക് വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പം മത്സരം നടന്ന ആരൊക്കെ തമ്മിലായിരുന്നു? UDFും BJPയും തമ്മിലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലം കേരളത്തിൽ വേറെ ഏതാ ഉള്ളത്? പാലക്കാടാണുള്ളത്. ആ പാലക്കാട് എന്താ സംഭവിച്ചിരിക്കുന്നത്? പാലക്കാട് 11,000 വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃഷ്ണകുമാറിന് കുറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഈ 11,000 വോട്ട് എവിടെ പോയി എന്ന് BJP അന്വേഷിക്കണം. 50,000 വോട്ടായിരുന്നു 21 E ശ്രീധരൻ പിടിച്ചതെങ്കിൽ 39,000 വോട്ടുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുള്ളത്. എന്നാൽ മറ്റ് രണ്ട് പാർട്ടികളും മത്സരിച്ച് CPM-ഉം കോൺഗ്രസും ഒരേ സമയത്ത് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന് 4,000 വോട്ട് വർദ്ധിച്ച് 58,000 അവരുടെ വോട്ടെന്ന് പറയുന്നത്. നമുക്ക് സരിൻ്റെ വോട്ട് നോക്കൂ, 36,000 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം CP പ്രമോദിന് കിട്ടിയെങ്കിൽ 37,000 സരിന് ആ വോട്ട് വർദ്ധിപ്പിച്ചു. CPM നേരിട്ട പ്രശ്നം എന്താ? ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേരളം. ആ സമയത്താണ് അവിടെ CPM വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ CPM-ഉം വോട്ട് വർദ്ധിപ്പിച്ചു, കോൺഗ്രസും വോട്ട് വർദ്ധിപ്പിച്ചു, പക്ഷേ BJPക്ക് വോട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല. 4,000 വോട്ട് കോൺഗ്രസ് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധറിലേക്ക് പോയ വോട്ടാണെന്നേ. ആ വോട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. 1000 വോട്ട് സരിൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതും നിശ്ചയമായും ശ്രീധറിന് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്യപ്പെട്ട വോട്ടാകാനാണ് സാധ്യത. അങ്ങനെ 5,000 കഴിഞ്ഞാൽ പിന്നെ 6,000 വോട്ട് കാണാനുണ്ടല്ലോ. ഈ 6,000 വോട്ട് എവിടെ പോയി? 6,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് വസ്തുത. എങ്ങനെയാണ് പോൾ ചെയ്യപ്പെടാതിരുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഈ CPM-ഉം കോൺഗ്രസും തമ്മിൽ വലിയ വിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ RSS-ഉം BJP-യൊക്കെ വീടാന്തരം കയറി അതിഗംഭീരമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. RSS അവിടെ എന്ത് പണിയെടുത്തെന്നുള്ളത് ഇനി അന്വേഷിക്കണം. കാരണം ഈ 6,000 വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അത് വലിയ സംഘടനാപരമായിട്ടുള്ള വീഴ്ചയാണല്ലോ. ആ പണി ആരാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് എടുത്തത് എന്നുള്ള കാര്യം കണ്ടെത്തണം. അത് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണെന്ന് അതിനകത്ത് ഒരു സംശയവും വേണ്ട. സന്ദീപ് വാര്യർ വലിയ ഫാക്ടറായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. 6,000 പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ശക്തിയൊന്നും സന്ദീപ് വാര്യർക്ക് അവിടെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അട്ടിമറി നടത്തിയിരിക്കുന്നത്. അത് ആ പാർട്ടി ഗൗരവപൂർവ്വമായിട്ട് അന്വേഷിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുമ്മനം രാജശേഖരനെയാണല്ലോ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുമായും ചർച്ച ചെയ്യാൻ വേണ്ടി ഈ പാർട്ടിയുടെ കോർ കമ്മിറ്റി തീരുമാനിച്ചത്. കുമ്മനം രാജശേഖരൻ പാലക്കാട് പോയി പഞ്ചായത്ത് മുതലുള്ള എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും ഒക്കെ സംസാരിച്ചു എന്ന് കെ സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേരുടെ ഒരു ലിസ്റ്റും തയ്യാറാക്കിയെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഈ 3 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോട്ട് കൂടി വെച്ചിരുന്നു. അതാണ് ഏറ്റവും വലിയ തമാശ. അതും സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് അയക്കുകയാണ്. 3 പേരുടെ പേരയച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിൽ 2 പേര് മത്സരിക്കാൻ സന്നദ്ധരല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദേശീയ നേതൃത്വത്തിന് എന്താ ചെയ്യാൻ കഴിയുക? പിന്നെ പോകുന്ന യഥാർത്ഥത്തിൽ ഒരു പേരാണെന്നേ. ആ പേരെന്ന് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ പേര് മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളത്. 3 പേരുടെ നിന്ന് സാങ്കേതികമായി പറയാമെങ്കിലും മറ്റ് 2 പേർ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ഒരാളുടെ പേര് മാത്രമേ ലിസ്റ്റിലുള്ളൂ എന്നുള്ളതാണ്. ദേശീയ നേതൃത്വത്തോട്ട് വേറൊരു സ്ഥാനാർത്ഥിയൊന്നും ഇറക്കത്തില്ല. സംസ്ഥാന നേതൃത്വം പറയുന്നതാണ് അവർ പരിഗണിക്കുക. അങ്ങനെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ദേശീയ നേതൃത്വം ഒരു പേര് നിർദ്ദേശിക്കുക. ഇവിടെ ഇപ്പോൾ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിൻ്റെ അല്ലേ. അവർ പറയുന്ന പേര് തള്ളിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ ദേശീയ നേതൃത്വം നിൽക്കില്ലല്ലോ. കൃഷ്ണകുമാറിൻ്റെ പേര് അന്തിമമായി ദേശീയ നേതൃത്വം അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദി അമിത്ഷായൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരാണ് തീരുമാനിച്ചതെന്ന് പറയാം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നിപ്പം പ്രമീള ശശിധരൻ വന്നിട്ട് എന്താ പറഞ്ഞത്? ആ ചർച്ചകളിൽ ഉടനീളം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കൃഷ്ണകുമാറിൻ്റെ പേരിനെതിരായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് 90% ആളുകളും കൃഷ്ണകുമാറിൻ്റെ പേരിനെതിരായിരുന്നു. അത് അവസാനം പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ചിറങ്ങി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ കൃഷ്ണകുമാർ ഒരു നല്ല സ്ഥാനാർത്ഥിയല്ല എന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ കൃഷ്ണകുമാറിൻ്റെ പേരുമായി പോയപ്പോൾ നാട്ടുകാർ ചോദിച്ചു നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്നാണ് പ്രമീള ശശിധരൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. അവരുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണാണ്.
അപ്പോൾ BJP-യുടെ നേതാവാണ്, അകത്തു നിന്ന് തന്നെയുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പ് കൃഷ്ണകുമാറിന് അവിടെ ഉണ്ടായിരുന്നു. അത് പരിഗണിക്കാതെ എന്തിനാണ് ഏകപക്ഷീയമായി കൃഷ്ണകുമാറിനെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്? അതിൻ്റെ മറുപടി അവർക്ക് പറയേണ്ടി വരും, അത് പ്രവർത്തകരോട് പറയേണ്ടി വരും, അത് ദേശീയ നേതൃത്വത്തോട് പറയേണ്ടി വരും. മാത്രമല്ല അവിടെ ഏതാണ്ട് 18ഓളം കൗൺസിലർമാർ നന്നായി പണിയെടുത്തിട്ടില്ല എന്നൊരു പരാതി ദേശീയ നേതൃത്വത്തിന് പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 18 കൗൺസിലർമാർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അപ്പുറത്ത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ കൗൺസിലറാണ് മിനി കൃഷ്ണകുമാർ. ആ മിനി കൃഷ്ണകുമാറിൻ്റെ ബൂത്തിൽ കൃഷ്ണകുമാറിന് വോട്ട് കുറവാണ്. അവിടെ പോയി ഞങ്ങളാണോ ആ വോട്ട് കുറച്ചത് എന്നാണ് ഈ കൗൺസിലർമാർ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കമുണ്ട്, ഞങ്ങൾ കൂട്ടരാജി വെക്കുന്നു കൂടി അവർ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ പാലക്കാട് BJP-യിൽ മാത്രമല്ല കേട്ടോ പ്രശ്നം. പാലക്കാടിനെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന BJP-യിൽ ഒരു എന്താ പറയുക, ഒരു ചേരിപ്പോര് രൂക്ഷമാകുന്നു. ആ ചേരിപ്പോര് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ ഒരു വാർത്താസമ്മേളനം നടത്തിയത്. കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താസമ്മേളനം, നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കാനിരിക്കുകയാണല്ലോ BJP-യുടെ കൊച്ചിയിൽ. ആ യോഗം എന്താണ്? ആ യോഗം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ്. ജില്ലാ ഭരണാധികാരികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് BJP. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് നാളെ വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായിട്ടും പാലക്കാട് ചർച്ചയ്ക്ക് വരുമായിരിക്കും. പക്ഷേ ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്വം സുരേന്ദ്രൻ ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഉണ്ടല്ലോ. ഇതിനു മുമ്പും ചില പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ പ്രസിഡന്റുമാരുടെ കീഴിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് തോറ്റിട്ടുണ്ടല്ലോ. അതിനകത്ത് അദ്ദേഹം പേരെടുത്താണ് പറഞ്ഞത്. വി മുരളീധരൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്? നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും പിറവത്തും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിറവത്ത് എത്ര വോട്ടാണ് കിട്ടിയത്? 2000 വോട്ട്. ആ 2000 വോട്ട് കിട്ടിയ സമയത്ത് വി മുരളീധരൻ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പോര് വളരെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രശ്നമായി. സുരേന്ദ്രനെതിരായിട്ടൊരു പടയൊരുക്കം ആ പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു മുഖം മൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനെതിരായിട്ടുള്ളൊരു പടയൊരുക്കമാണ് BJP-ക്കുള്ളിൽ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ പല നേതാക്കളുമുണ്ട്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കാനൊക്കെ പല ആളുകളും ശ്രമിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ പല പാർട്ടികളിലും ഇത്തരത്തിലുള്ള ആഭ്യന്തര പോരൊക്കെ വരും. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ പറയുക അവരുടെ ഡിസിപ്ലിൻഡ് ആയ ഒരു പാർട്ടിയാണ്. അതിനൊരു സംഘടനാ രീതിയുണ്ട്, സംഘടനാ പ്രവർത്തന സ്വഭാവമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് പറയും. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ആ പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ആഭ്യന്തര കലാപമാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 3 പാർട്ടികൾക്കും ഒരുപോലെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ കോൺഗ്രസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തോക്കുന്നതെങ്കിൽ എന്താ സംഭവം? വലിയ ആഭ്യന്തര പൊട്ടിത്തെറിയൽ ഉണ്ടാവുക. VD സതീശനെതിരെ, ഷാഫി പറമ്പിലിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ ത്രയമാണ് കാര്യങ്ങൾ തീരുമാനിച്ച് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു പൊട്ടിത്തെറി ഉണ്ടാവും. നമുക്ക് പറയാൻ കഴിയില്ല VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം പോലും വേണമെങ്കിൽ കോൺഗ്രസ് രൂപപ്പെടായിരുന്നു. പക്ഷേ കോൺഗ്രസ് രക്ഷപ്പെട്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. ചേലക്കര പോയിരുന്നെങ്കിലോ സിറ്റിംഗ് സീറ്റാ. CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുമായിരുന്നു. പക്ഷേ CPM-ഉം ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അടി പതറിയിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് BJP-ആണ്. ആ BJP-യുടെ വീഴ്ച എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ്. അത് നമ്മൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയായിട്ട് മാത്രം ബന്ധിച്ച് കാര്യങ്ങൾ കാണണ്ട. മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല വോട്ട് കുറഞ്ഞിരിക്കുന്നത്, 3 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ട് കുറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43,000 വോട്ട് ഈ കൃഷ്ണകുമാറിനെ പിടിച്ചതാണല്ലോ. അവിടെ 4,000 വോട്ടിൻ്റെ കുറവ് അല്ലാതെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പിരായിയിലും കണ്ണാടിയിലും മാത്തൂരുമൊക്കെ ഒരുപോലെ BJP-ക്ക് വോട്ട് കുറയണമെങ്കിൽ ആരൊക്കെയോ അതിൻ്റെ പിന്നിൽ അതിനകത്തു നിന്ന് തന്നെ കളിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ പാർട്ടിയുടെ നേതൃത്വത്തിനും ആ സംശയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ആഭ്യന്തര ചേരിപ്പോര് BJP-യിൽ പിടിമുറുക്കിയിരിക്കുന്നു. അത് മിക്കവാറും സുരേന്ദ്രനെയും കൊണ്ടേ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല എങ്കിൽ സുരേന്ദ്രൻ അതിശക്തമായിട്ട് തിരിച്ചു വരാനുള്ള കരുക്കൾ നീക്കണം. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP-യിലെ വലിയൊരു പൊട്ടിത്തെറിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. Meet the editors.